ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ആട്ടിൻ സൂപ്പാണ്. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു ആട്ടിൻ സൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചതയ്ക്കുന്ന കല്ലിലേക്ക് ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, നല്ല ജീരകം ചെറിയ ജീരകം കേട്ടോ, ചെറിയ ജീരകം ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഒത്തിരി പൊടിയാക്കി എടുക്കണ്ട കേട്ടോ, ചതച്ചെടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഈ ഒരു കല്ലിലോട്ട് കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതെല്ലാം നന്നായി ഒന്ന് ചതച്ചെടുക്കണം. അതും പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതും നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലുള്ള പീസുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വാരിയലിൻ്റെ ഭാഗവും അതുപോലെ കൈയിൻ്റെ ഭാഗവുമായിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി അത് ചതച്ചത് ചേർത്ത് കൊടുത്തു. അതുപോലെ പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ജീരകം ഇത്രയും ചതച്ചതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ്. അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 കിലോ മട്ടന് 1 ലിറ്റർ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 7 വിസിൽ, അങ്ങനെ ടോട്ടൽ ഒരു 8 വിസിലോളം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് കുക്കായി നല്ല അടിപൊളി സൂപ്പ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ 8 വിസിൽ അടിച്ചതിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കാച്ചുന്നതിനായിട്ട് മറ്റൊരു പാനിൽ കുറച്ച് നെയ്യെടുത്ത് ചൂടാക്കി അതിലേക്ക് ചുവന്നുള്ളിയും അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം. അത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് നമ്മുടെ സൂപ്പിലോട്ട് ചേർത്ത് താളിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്, വളരെ ഹെൽത്തിയും ആണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൂപ്പിൻ്റെ ആ ഒരു വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. ആ കഷ്ണങ്ങൾ നമ്മളെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൂപ്പിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കഷ്ണങ്ങൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരു സൂപ്പ് കഴിക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. ഒരു ലൈറ്റ് ചൂടിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.